ഓക്കെ, അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പഠിച്ചത്? ലെങ്ത് ആഡ് ചെയ്യാനും സബ്ട്രാക്ട് ചെയ്യാനും പഠിച്ചില്ലേ? കിലോമീറ്റേഴ്സും മീറ്റേഴ്സും ആഡ് ചെയ്യാനും സബ്ട്രാക്ട് ചെയ്യാനും പഠിച്ചില്ലേ? ഓക്കെ, ഇതിൽ കുറച്ച് വേർഡ് പ്രോബ്ലംസ് ഉണ്ട്, നമുക്ക് അത് ചെയ്ത് നോക്കാം. ഓക്കെ, നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇത് എന്തിനാ എല്ലാത്തിലും ഈ വേർഡ് പ്രോബ്ലംസ് വരുന്നത് അല്ലേ? അഡീഷനിലും സബ്ട്രാക്ഷനിലും മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, ഇപ്പൊ ഇത് ലെങ്ത്, ഇതിലെല്ലാം വരുന്നുണ്ട്. നമുക്ക് എക്സാമിന് പൊതുവെ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഡയറക്റ്റ് അഡീഷനും സബ്ട്രാക്ഷനും ഒന്നും ചോദിക്കില്ല. വേർഡ് പ്രോബ്ലംസ് ആയിരിക്കും മിക്കവാറും എക്സാമിന് ഉണ്ടാവുക. ഓക്കെ, അപ്പൊ അതിലെ പേജ് നമ്പർ 122 എക്സാമ്പിൾ 1 അത് ജസ്റ്റ് നമുക്ക് പറഞ്ഞിട്ട് എക്സസൈസിലത്തെ പ്രോബ്ലംസ് ചെയ്യാം. എക്സാമ്പിൾ 1, എ മാൻ ട്രാവൽഡ് എ ഡിസ്റ്റൻസ് ഓഫ് 18 കിലോമീറ്റർ 568 meter by bus and 26 kilometer 34 meter by car. How much distance does he travel in all? And the question, a man traveled a distance of 18 kilometer 568 meter by bus and 26 kilometer 34 meter by car. How much distance does he travel in all? ഒരാള് 18 കിലോമീറ്റർ 568 മീറ്റർ ബസ്സിലും 26 കിലോമീറ്റർ 34 മീറ്റർ കാറിലും ട്രാവൽ ചെയ്തു. കുറച്ചു ദൂരം ബസ്സിൽ പോയി, കുറച്ചു ദൂരം കാറിലും പോയി. Then what is the total distance covered by him? How much distance does he travel in all? എത്ര ദൂരമാണ് അയാൾ ടോട്ടൽ ട്രാവൽ ചെയ്തത്? ബസ്സിലും കാറിലും കൂടിയിട്ട് ടോട്ടൽ എത്ര ദൂരമാണ് ട്രാവൽ ചെയ്തത്? എങ്ങനെ കണ്ടുപിടിക്കും? രണ്ടും കൂടെ ആഡ് ചെയ്താൽ മതിയല്ലോ. മതിയോ? മതി. അപ്പൊ അതിന്റെ സ്റ്റെപ്സ് എഴുതുന്നത്, ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ബസ് 18 കിലോമീറ്റർ 568 മീറ്റർ, ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ കാർ 26 കിലോമീറ്റർ 34 മീറ്റർ, ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽ ഇത് രണ്ടും കൂടി ആഡ് ചെയ്താല് അതിനടുത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. ആഡ് ചെയ്തിട്ട് ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 18 kilometer 568 meter plus 26 kilometer 34 meter 44 kilometer 602 meter. കണ്ടില്ലേ? രണ്ട് ആഡ് ചെയ്യാൻ കുഴപ്പമില്ലല്ലോ. അടുത്ത പേജിൽ എക്സാമ്പിൾ 2, പേജ് നമ്പർ 123. Example 2, Ravi walks 6 kilometer 95 meter and Anu walks 4 kilometer 246 meter every morning. How much more distance does Ravi walk than Anu? രണ്ടു പേര് രാവിലെ മോർണിംഗ് വാക്കിന് പോകുന്നു. നിങ്ങൾ പോവാറുണ്ടോ? രാവിലെ നടക്കാൻ പോവാറുണ്ടോ? വീട്ടിൽ ആരെങ്കിലും പോവാറുണ്ടോ? രാവിലെ എഴുന്നേറ്റിട്ട് വേണ്ടേ രാവിലെ നടക്കാൻ പോവാനല്ലേ? 8 മണിക്ക് എഴുന്നേൽക്കുന്നവർക്ക് 5 മണിക്ക് നടക്കാൻ പോകാൻ പറ്റില്ലല്ലോ. നല്ല തണുപ്പാകുമ്പോ നല്ല സുഖമായിട്ട് മൂടി പൊതിച്ച് കിടന്നുറങ്ങാം. നടക്കാൻ പോയിട്ടൊക്കെ എന്ത് കിട്ടാനാ? ഓക്കെ, ഇവിടെ രണ്ടുപേര് രാവിലെ നടക്കാൻ പോകുന്നുണ്ട്, അനുവും രവിയും. രവി എത്ര കിലോമീറ്റർ പോകും? 6 കിലോമീറ്റർ 95 മീറ്റർ. അനു എത്ര കിലോമീറ്റർ നടക്കും? 4 കിലോമീറ്റർ 246 മീറ്റർ. ദിവസവും അവർ ഇത്രയും നടക്കും. ഇതിൽ കൂടുതൽ നടക്കുന്നത് ആരാ? കൂടുതൽ ആരാ നടക്കുന്നേ? രവി അല്ലേ? രവിയാണ് 6 കിലോമീറ്റേഴ്സ് നടക്കുന്നത്. 6 കിലോമീറ്റർ 95 മീറ്റർ ആണ് രവി നടക്കുന്നത്. എന്നാൽ അനു നടക്കുന്നതിനേക്കാളും എത്ര ദൂരമാണ് രവി കൂടുതൽ നടക്കുന്നത്? എങ്ങനെ കണ്ടുപിടിക്കും?
അത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് കണ്ടുപിടിച്ചാ പോരെ? മതിയോ? യെസ്, രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് കണ്ടുപിടിച്ചാൽ അനു നടക്കുന്നതിനേക്കാളും എത്ര ദൂരമാണ് കൂടുതൽ രവി നടക്കുന്നത് നമുക്ക് കിട്ടും. ഡിഫറൻസ് കണ്ടുപിടിക്കാന്ന് വെച്ചാല് മൈനസ് ചെയ്യാം. 6 കിലോമീറ്റർ 95 മീറ്റർ മൈനസ് 4 കിലോമീറ്റർ 246 മീറ്റർ. എത്ര കിട്ടും? എത്ര ദൂരം കൂടുതൽ നടക്കുന്നത്? 1 കിലോമീറ്റർ 849 മീറ്റർ. ഇനി എക്സസൈസ് 5.4 വരുന്ന 4 ക്വസ്റ്റ്യൻസ് നമുക്കിപ്പോ ഡിസ്കസ് ചെയ്യാം അല്ലേ? ഫസ്റ്റ് വൺ, ഒരു കാര്യം ചെയ്യാം, മിസ് ഇവിടുന്ന് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അതിന്റെ ആൻസർ കണ്ടുപിടിച്ച് സ്റ്റെപ്സ് ഒന്നും എഴുതണ്ട, ആൻസർ മാത്രം കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ പറഞ്ഞാൽ മതി. സ്റ്റെപ്സ് എഴുതിയിട്ട് പിന്നെ എഴുതാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സുമിത് travels a distance of 8 kilometer 500 meter to reach his office. During the day, he travels 13 kilometer 480 meter for office work. Then he travels back home in the evening. How much distance does he travel in all? വല്ലതും മനസ്സിലായോ? ക്വസ്റ്റ്യൻ മനസ്സിലായോ? ഒരാള് രാവിലെ ഓഫീസിൽ പോകുന്നു. അയാൾക്ക് ഫീൽഡ് വർക്ക് ആണെന്ന് വിചാരിക്കാം. ഫീൽഡ് വർക്ക് എന്ന് വെച്ചാൽ ഈ മെഡിക്കൽ റെപ്രസെന്റേറ്റീവ്സ് ഒക്കെ ഇല്ലേ, നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകുമ്പോ ഇടയ്ക്ക് ഡോക്ടറെ കാണാൻ ഒരു ബാഗൊക്കെ എടുത്ത ഒരാൾ കയറുന്ന കാണുന്നില്ലേ? അവർക്കൊക്കെ ഫീൽഡ് വർക്ക്, അവർ ഓരോ സ്ഥലത്ത് പോയിട്ട് പണിയെടുക്കുന്നവരാ. അപ്പൊ അങ്ങനെയുള്ളവര് ആദ്യം അവര് നേരെ ഓഫീസിൽ പോകും. ഓഫീസിൽ പോയിട്ട് അവരുടെ വർക്കിന് വേണ്ടിയിട്ട് ഒരുപാട് ദൂരം ട്രാവൽ ചെയ്യും. അപ്പൊ സുമിത്ത് രാവിലെ ഓഫീസിലേക്ക് 8 കിലോമീറ്റർ 500 മീറ്റർ ട്രാവൽ ചെയ്തിട്ട് എത്തുന്നത്. അവിടുന്ന് വർക്കിന് വേണ്ടി 13 കിലോമീറ്റർ 480 മീറ്റർ വർക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ട് ട്രാവൽ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഓഫീസിൽ നിന്ന് നേരെ തിരിച്ച് വീട്ടിലേക്കും ട്രാവൽ ചെയ്യുന്നു. How much distance does he travel in all? എത്രയായിരിക്കും? ഇവിടെ ശ്രദ്ധിച്ചോ. ഇത് സുമിത്തിന്റെ വീട്, ഇത് സുമിത്തിന്റെ ഓഫീസ്. ഇനി രാവിലെ സുമിത്ത് വീട്ടിൽ നിന്ന് നേരെ ഓഫീസിലേക്ക് എത്തി. വീട്ടിൽ നിന്ന് നേരെ ഓഫീസിലേക്ക് എത്തി. അവിടുന്ന് എന്തായി? അവിടുന്ന് ഓഫീസ് ആവശ്യത്തിന് ഒരുപാട് ദൂരം ട്രാവൽ ചെയ്തു. ഒരുപാട് ദൂരം ഓഫീസ് ആവശ്യത്തിന് വേണ്ടി ട്രാവൽ ചെയ്ത് തിരിച്ച് ഓഫീസിൽ തന്നെ എത്തി. എന്നിട്ട് വൈകുന്നേരം ഓഫീസിൽ നിന്ന് നേരെ തിരിച്ചും വീട്ടിലേക്ക് വന്നു. വീട്ടിൽ നിന്ന് ഓഫീസിലേക്കുള്ള ദൂരം എത്രയാ? 8 കിലോമീറ്റർ 8 കിലോമീറ്റർ 500 മീറ്റർ. 8 കിലോമീറ്റർ 500 മീറ്റർ. ഇനി ഓഫീസിന് എത്ര ദൂരം ടോട്ടൽ ട്രാവൽ ചെയ്യും? ഓഫീസ് ആവശ്യത്തിന് വേണ്ടി 13 കിലോമീറ്റർ 480 മീറ്റർ. ഇനി വീട്ടിൽ വൈകുന്നേരം ഓഫീസിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് എത്ര ദൂരം ഉണ്ടാവും? വീട്ടിൽ നിന്ന് ഓഫീസിലേക്കുള്ള ദൂരം തന്നെ ആയിരിക്കും ഓഫീസിൽ നിന്ന് വീട്ടിലേക്കും. എത്ര ഉണ്ടാവും? 8 കിലോമീറ്റർ 500 മീറ്റർ. അപ്പൊ എത്രയായിരിക്കും ടോട്ടൽ ഡിസ്റ്റൻസ്?
ടോട്ടൽ കവർ ചെയ്ത ഡിസ്റ്റൻസ് എത്രയായിരിക്കും? ഒന്ന് കണ്ടുപിടിച്ച് നോക്കിയേ. നോക്കട്ടെ, കുറെ ആൻസർ ഒക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, എന്നാ വേഗം ഇതിന്റെ ആൻസർ ഒന്ന് കണ്ടുപിടിച്ചോ. വേറെ ഒന്നും ഞാൻ പറഞ്ഞു തരുന്നില്ല. ഈ ഒരു ഡയഗ്രാം നോക്കിയിട്ട് ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണെന്ന് നിങ്ങളൊന്ന് കണ്ടുപിടിച്ചേ. ഓക്കെ, ലിസൺ ഹിയർ. അബ്ദുൽ ബാസിത്ത് കറക്റ്റ് ആണ്, ആൻഡ്രോസിന്റെ കറക്റ്റ് ആണ്. അതായത് രാവിലെ നമ്മൾ ടോട്ടൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുമ്പോ ക്രിസ്റ്റീനയും കറക്റ്റാ. പിന്നെ ഓക്കെ, രാവിലെ സുമിത്ത് വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് പോകുന്നു. അപ്പൊ എത്രയായി? 8 കിലോമീറ്റർ 500 മീറ്റർ. അത് കഴിഞ്ഞിട്ട് ഓഫീസ് ആവശ്യത്തിന് വേണ്ടി ഒരുപാട് ദൂരം സഞ്ചരിച്ചു. 13 കിലോമീറ്റർ 480 മീറ്റർ. അത് കഴിഞ്ഞിട്ട് ഓഫീസിൽ നിന്ന് നേരെ വീട്ടിലേക്ക് തിരിച്ചെത്തി. വീട്ടിലേക്ക് തിരിച്ചെത്തുമ്പോ വീട്ടിൽ നിന്ന് ഓഫീസിലേക്കുള്ള ദൂരം തന്നെയായിരിക്കും ഓഫീസിൽ നിന്ന് വീട്ടിലേക്കും. അപ്പൊ ആ ഒരു മെഷർമെന്റും കൂടി ആഡ് ചെയ്യാം. പ്ലസ് 8 കിലോമീറ്റർ 500 മീറ്റർ. ഇതൊക്കെ കൂടി ആഡ് ചെയ്താൽ എത്ര കിട്ടും? എത്ര കിട്ടും? ഈക്വൽ ടു 30 കിലോമീറ്റർ 480 മീറ്റർ എന്ന് കിട്ടും. അതായത് ഈ 3 ഡിസ്റ്റൻസും കൂടി ആഡ് ചെയ്യണം. ഏതൊക്കെ? വീട്ടിൽ നിന്ന് ഓഫീസിലേക്കുള്ള ദൂരം, ഓഫീസിൽ നിന്ന് ട്രാവൽ ചെയ്ത ദൂരം, തിരിച്ച് ഓഫീസിൽ നിന്ന് വീട്ടിലേക്കുള്ള ദൂരം. മനസ്സിലായോ? ഇത് നിങ്ങൾക്ക് സ്റ്റെപ്സ് എഴുതിട്ട് എഴുതാൻ പറ്റുമോ? ക്വസ്റ്റ്യൻ എഴുതി സ്റ്റെപ്സ് എഴുതിട്ട് എഴുതാൻ പറ്റുമോ? നോക്കട്ടെ, എഴുതാൻ പറ്റുമോ? ആർക്കൊക്കെ എഴുതാൻ പറ്റും? ആർക്കൊക്കെ എഴുതാൻ പറ്റും? എഴുതാനാവോ? ഇല്ല? അയ്യേ, കഷ്ടമുണ്ടേ. 4ാം ക്ലാസ്സിലെത്തിയിട്ട് സ്റ്റെപ്സ് എഴുതാൻ അറിയില്ല എന്ന് പറഞ്ഞാല്. 2 എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നുണ്ടല്ലോ അവിടെ. വേർഡ് പ്രോബ്ലംസിൽ എക്സാമ്പിൾ 1ഉം എക്സാമ്പിൾ 2ഉം. അത് നോക്കി സ്റ്റെപ്സ് എഴുതാൻ പറ്റുമോ? ഓക്കെ, ഇതിന്റെ മാത്രം മിസ് ഒരു കാര്യം ചെയ്യാം. എഴുതിയിട്ട് നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഇട്ട് തരാം. അത് നോക്കിയിട്ട് നോട്ടിൽ എഴുതി വെക്കണേ. ക്വസ്റ്റ്യൻ എഴുതിയിട്ട് ആൻസർ എഴുതാം കേട്ടോ. എഴുതാൻ പറ്റുന്നവര് എഴുതിക്കോ. എബിൻ എഴുതാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എഴുതാനാവുന്നവർ എഴുതിക്കോ. എന്നിട്ട് മിസ് ആൻസർ ഇട്ട് തരുമ്പോ അത് ശരിയാണോ എന്ന് ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, then second question. Seema traveled a distance of 145 kilometer 250 meter by train and 23 kilometer by car to reach her brother's house. How far is Seema's house from her brother's house? Question മനസ്സിലായോ? ക്വസ്റ്റ്യൻ മനസ്സിലായോ? ഇല്ല. സീമ എന്ന് പറയുന്ന ഒരാള്, സീമ അവരുടെ ബ്രദറിന്റെ വീട്ടിൽ പോകുന്നു. ബ്രദറിന്റെ വീട്ടിൽ പോവാൻ വേണ്ടി ആദ്യം 145 കിലോമീറ്റർ 250 മീറ്റർ ട്രെയിനിൽ ട്രാവൽ ചെയ്തു. അത് കഴിഞ്ഞിട്ട് സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് 23 കിലോമീറ്റർ ഡിസ്റ്റൻസ് കാറിലും ട്രാവൽ ചെയ്തു. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്ര ദൂരമായിരിക്കും അവര് ട്രാവൽ ചെയ്തിട്ടുണ്ടാവുക? അല്ലെങ്കിൽ സീമയുടെ വീട്ടിൽ നിന്ന് ബ്രദറിന്റെ വീട്ടിലേക്കുള്ള ദൂരം എത്രയായിരിക്കും? ഇവര് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് മാത്രം ആഡ് ചെയ്താൽ പോരെ? ഒന്ന് ആഡ് ചെയ്ത് നോക്കിയേ. ട്രെയിനിൽ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസും കാറിൽ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസും നമ്മൾ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടുന്നുണ്ടെന്ന് നോക്കിയേ. $145 kilometer 250 meter plus 23
കിലോമീറ്റർ. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 168 കിലോമീറ്റർ 250 meter. Then third question, Deepa's school is 8 kilometers 640 meter from her home. How much distance does she travel every day? Question മനസ്സിലായോ? മനസ്സിലായോ? നിങ്ങൾ രാവിലെ സ്കൂളിലേക്ക് വരുന്ന സമയത്ത് രാവിലെ വന്ന അത്രയും ദൂരം തന്നെയല്ലേ വൈകുന്നേരവും പോകുന്നേ? അത് കൂടുതലൊന്നും പോകില്ലല്ലോ. അപ്പൊ എത്രയായിരിക്കും ടോട്ടൽ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ്? രാവിലെ വീട്ടിൽ നിന്ന് സ്കൂളിലേക്കും സ്കൂളിൽ നിന്ന് വീട്ടിലേക്കും. വീട്ടിൽ നിന്ന് സ്കൂളിലേക്കുള്ള ഡിസ്റ്റൻസ് 8 കിലോമീറ്റർ 640 meter. അപ്പൊ ടോട്ടൽ എത്ര കിലോമീറ്റർ ആയിരിക്കും, എത്ര ഡിസ്റ്റൻസ് ആയിരിക്കും ട്രാവൽ ചെയ്യുന്നുണ്ടാവുന്നത് സ്കൂളിലേക്ക് വന്നിട്ട് പോകുമ്പോ? ഒന്ന് കണ്ടുപിടിച്ച് നോക്കി. Total distance traveled by Deepa is 17 kilometer 280 meter. അടുത്ത ക്വസ്റ്റ്യൻ, എന്താ പേര് വായിക്കുന്നേ? മാപ്പുയി. Went to office in the morning after dropping her children at school and college. In the evening, she returned home by another route. The routes taken by Mapui are shown with the help of arrows in the figure below. Find the total distance traveled by Mapui on a particular day. എന്താ ക്വസ്റ്റ്യൻ? ഒരാള് രാവിലെ ഓഫീസിലേക്ക് പോകുമ്പോ എവിടെ പോയിട്ടാ പോന്നേ? എവിടെ പോയിട്ടാ പോന്നേ? കുട്ടികളെ സ്കൂളിലാക്കിയിട്ടാ പോന്നേ. സ്കൂളിലും കോളേജിലും ആക്കിയിട്ട് പോകും. In the evening she returned home by another route. വൈകുന്നേരം എന്ത് ചെയ്യും? വൈകുന്നേരം വേറൊരു വഴിക്കാണ് വീട്ടിലേക്ക് വരുന്നത്. അവര് പോകുന്ന വഴി, റൂട്ട് നിങ്ങൾക്ക് ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അതിന്റെ ആൻസർ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒരുപാട് സമയം എടുക്കും. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ആ ക്വസ്റ്റ്യൻ, നാലാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, അത് എക്സ്പ്ലെയിൻ ചെയ്തു തരാൻ കുറെ സമയം എടുക്കും. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അടുത്ത ക്ലാസ് ആകുമ്പോഴത്തേക്ക് മിസ് ഇതിന്റെ ആൻസർ ഇട്ട് തരാം കേട്ടോ. നിങ്ങൾ എഴുതി വെക്കണേ നോട്ടില്. ക്വസ്റ്റ്യനും ആൻസറും എഴുതി വെക്കാം. ഇങ്ങനെ ഏതായാലും ഹോംവർക്ക് വേണ്ട. അടുത്ത ക്ലാസ്സിൽ വെയിറ്റും കൂടി എടുക്കാനുണ്ട്, അതുകൊണ്ട് ഇന്ന് ഹോംവർക്ക് വേണ്ട കേട്ടോ. അപ്പൊ ഡിസ്റ്റൻസിന്റെ ഇത്ര വരെ പഠിപ്പിച്ചത് എല്ലാവരും പഠിക്കാം. എക്സാമിന്റെ ഡേറ്റിന്റെ തൊട്ടു മുന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എത്ര വരെയാണോ എടുക്കുന്നത് അതുവരെ ഉണ്ടാവും എക്സാമിന്റെ ക്വസ്റ്റ്യൻ. എക്സാമിന്റെ ടൈം ടേബിൾ നിങ്ങൾക്ക് കിട്ടിയോ? ഇല്ല. ഓക്കെ, എന്നോ നാളെ തന്നെ നിങ്ങൾക്ക് ടൈം ടേബിൾ കിട്ടും. ആ ടൈം ടേബിളില് നിങ്ങൾക്ക് എന്നാണോ മാത്സിന്റെ എക്സാം വരുന്നത് അതിന് തൊട്ടു മുന്നത്തെ ദിവസം എടുക്കുന്നത് വരെ എക്സാമിന് ഉണ്ടാകും. ഓക്കെ, ഗൂഗിൾ ഫോമിലായിരിക്കും എക്സാം ഉണ്ടാവുക. മിക്കവാറും 2 മാർക്കും 3 മാർക്കും ക്വസ്റ്റ്യൻ ആയിരിക്കും. ആവശ്യമില്ലാതെ നോക്കിയിട്ട് അനാവശ്യമായിട്ട് ആരും തെറ്റിക്കാൻ പാടില്ല. മാർക്ക് നോക്കണം, കറക്റ്റ് ആൻസർ കണ്ടുപിടിക്കുക, എന്നിട്ട് മാത്രം ക്ലിക്ക് ചെയ്യാം. തെറ്റിക്കരുതാരും കേട്ടോ. 1 വേർഡ് ക്വസ്റ്റ്യൻസ് ചെറുതൊന്നും ഉണ്ടാകാനില്ലാത്തതുകൊണ്ട് 2 മാർക്കും 3 മാർക്കൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻ ഉണ്ടാവുക. അതുകൊണ്ട് കൃത്യമായിട്ട് നോക്കിയിട്ട് മാത്രം ചെയ്യാം. ഓക്കെ, അപ്പൊ ശരി, ഇന്ന് വൈൻഡപ്പ് ചെയ്യാം അല്ലേ? ഓക്കെ, ബൈ.